എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 6.1 5 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. നമുക്ക് 6th ക്വസ്റ്റ്യൻ്റെത് നമുക്ക് ആകെ കൂടെ തന്നിട്ടുള്ളത് ആംഗിൾ XYZ ഈക്വൽ ടു 64 ഡിഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. XYZ 64 ഡിഗ്രി. XY ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ XYZ XYZ 64 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി XY പ്രൊഡ്യൂസ്ഡ് അറ്റ് P വരെ പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഡ്രോ എ ഫിഗർ ഫ്രം ദ ഗിവൺ ഇൻഫർമേഷൻ ഇഫ് എ റേ YQ bisects ZYP നെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. അതായത് XYZ 64 ഡിഗ്രി ZYP നെ YQ ബൈസെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ റേ YZ സ്റ്റാൻഡ്സ് ഓൺ ലൈൻ PXYP ആവുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ആംഗിൾ XYZ പ്ലസ് ZYP ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ആംഗിൾ XYZ പ്ലസ് ആംഗിൾ ZYP ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ നമ്മൾ ലീനിയർ പെയർ എഴുതും. അതിനുശേഷം ഇവിടെ നമുക്ക് XYZ എത്രയാ? 64 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ZYP എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് 64. 180 64 മൈനസ് ചെയ്യാം. 116 കിട്ടി. അതായത് ZYP ആണ് 116. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് YQ ബൈസെക്ട് ZYP ആണ്. ZYP നെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളും, അതായത് ഒരു ആംഗിൾ ഇതിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയി നേരെ പകുതിയാക്കാൻ നടക്കും. അതായത് അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ZYQ എന്ന് പറയുന്നതും PYQ എന്ന് പറയുന്നത് സെയിം ആയിട്ട് കിട്ടും. അതായത് ഇതിന്റെ ഹാഫ് ആയിരിക്കും. ZYPന്റെ ഹാഫ് ആണ് എന്ത് വരിക? ZYQ. അതുപോലെ QYP ഇത് രണ്ടും എന്താണ്? ഇതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആംഗിൾ ആൻസർ ഇവിടെ 116 ആണ് കിട്ടിയിട്ടുള്ളത്. ZYQ ഈക്വൽ ടു ആംഗിൾ QYP ഈക്വൽ ടു എന്ത് വരും? ഇതിന്റെ ഹാഫ് 116 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 58. ഇത് രണ്ടും 58 ആണ്. നമുക്ക് ഇവിടെ കാണേണ്ടത് XYQ ആൻഡ് XYQ കാണണം. അതുപോലെ റിഫ്ലക്സ് QYP ആണ്. XYQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നോക്കൂ നിങ്ങൾ. XYQ എന്ന് പറയുന്നത് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 58. അപ്പൊ ആംഗിൾ XYQ ഈക്വൽ ടു 64 പ്ലസ് 58. അതായത് XYZ പ്ലസ് ZYQ ആണ് എന്ത്? XYQ. നോക്കി മനസ്സിലാവില്ലേ? XYQ എന്ന് പറയുന്നത് XYZ പ്ലസ് ZYQ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇത്രയും ആംഗിൾ കിട്ടുക. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ആഡ് ചെയ്യാം. ഈ ആംഗിൾ നമ്മൾ ഇതിന്റെ ബൈസെക്ട് ആയതുകൊണ്ട് അതിന്റെ ഹാഫ് 58 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 64 പ്ലസ് 58 ഈക്വൽ ടു 122. അപ്പോൾ XYQ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്ലക്സ് QYP ആണ്. റിഫ്ലക്സ് QYP എന്ന് പറയുന്നത് മൈനസ് എന്ത് ചെയ്താൽ മതി? QYP എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 58. QYPന്റെ റിഫ്ലക്സ് ആണ് കാണുന്നത്. അപ്പൊ 360 മൈനസ് 58 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്സ് QYP കിട്ടും. ഇത് രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ബൈസെക്ട് ആവുന്നതുകൊണ്ടാണ് YQ ഇതിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയും 58 ഇതും 58 ആണ്. ഇത് 58 ആണെങ്കിൽ ഇത് ഒഴികെ ബാക്കിയുള്ള ഭാഗം ഫുള്ളാണ് നമുക്ക് വേണ്ടത്. അത് കാണാൻ വേണ്ടി 360 മൊത്തം എന്താണ്? കംപ്ലീറ്റ് ആംഗിൾ 360. 360 58
മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 360 മൈനസ് 58 ചെയ്യുമ്പോൾ നമുക്ക് 302D. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിഫ്ലക്സ് QYPയും അതുപോലെ XYQ രണ്ടും കിട്ടും. നമ്മൾ പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സൽ എന്താണെന്നുള്ളത് നോക്കാം. അതായത് എ ലൈൻ വിച്ച് ഇന്റർസെക്ട് 2 or more lines at distinct points is called transversal. അതായത് രണ്ട് ലൈൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ലൈൻ, അതായത് എ ലൈൻ വിച്ച് ഇന്റർസെക്ട്സ് 2 or more lines. ഇവിടെ ഇപ്പൊ നമ്മൾ 2 ലൈനിൽ പറയാം. 2 or more lines at distinct point, രണ്ട് ഡിഫറെന്റ് പോയിന്റിൽ ഇങ്ങനെ കട്ട് ആവുകയാണെങ്കിൽ, അതായത് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇവിടെ അപ്പൊ ഇങ്ങനെ ഇതാണ് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ഇങ്ങനെ ട്രാൻസ്വേഴ്സൽ ആവുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. ഇത് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4. അതുപോലെ ഇത് ആംഗിൾ 5, ഇത് ആംഗിൾ 6, ഇത് 7, ഇത് 8. അതായത് എ ലൈൻ വിച്ച് ഇന്റർസെക്ട്സ് 2 or more lines at distinct points is called transversal. അപ്പൊ ഇവിടെ ഇതിന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഇവിടെ AD ആണ് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. രണ്ട് ലൈൻ PQRS എന്ന രണ്ട് ലൈനിന് നമ്മൾ AD എന്ന ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആംഗിൾ ഉണ്ടാവും. ഇനി ഈ ആംഗിൾ ഏതൊക്കെ, ഇതൊക്കെ നിങ്ങൾ 7th പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെ ആംഗിളാണ്? ഇപ്പൊ ഇതില് നമ്മൾ പറയണേ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുറമേ ഉള്ള ആംഗിൾസിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ പറയുക. അപ്പൊ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 7, ആംഗിൾ 8. ഇതൊക്കെ എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആംഗിൾ, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6. ഇതൊക്കെ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇനി നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കാം. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആംഗിൾ 1ഉം ആംഗിൾ 5. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5 എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് പറയണേ ആംഗിൾ 2ഉം ആംഗിൾ 6. ആംഗിൾ 2 ആൻഡ് ആംഗിൾ 6 കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം അതുപോലെ ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും മനസ്സിലാവണം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 6, അതുപോലെ ആംഗിൾ 3ഉം ആംഗിൾ 5. ഇതൊക്കെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇനി ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. ഇന്റീരിയർ ആംഗിൾ ഒരു ട്രാൻസ്വേഴ്സൽ സെയിം സൈഡ് വരുന്നത്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് വരുന്നത് ഇവിടെ ഏതൊക്കെയാണ്, ആംഗിൾ 4ഉം ആംഗിൾ 5. പിന്നെ വരുന്നത് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 6. ഇനി ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇന്റീരിയർ ആംഗിൾ നമ്മൾ എഴുതി കഴിഞ്ഞു. എക്സ്റ്റീരിയർ ആംഗിൾ, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് നാലാമത്തത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 7ഉം അതുപോലെ 2ഉം 8ഉം. 1 and 7, 2 and 8. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആംഗിളിൽ അറിയേണ്ടത്. കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എ ലൈൻ ഇന്റർസെക്ട് 2 or more lines അറ്റ് ഡിസ്റ്റിങ് പോയിന്റിൽ വരുന്ന ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇവിടെ AD ആണ് അതിന്റെ ട്രാൻസ്വേഴ്സൽ. അതുപോലെ ഇത്രയും കാര്യങ്ങൾ അറിയണം. ഈ ആംഗിൾസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയണം.
അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് ലൈനിനെ ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ് പോയിന്റിൽ ഇങ്ങനെ കട്ടാവുന്ന സമയത്ത് നമുക്ക് ആംഗിൾ കിട്ടി. ഇവിടെ ഇതിന് 4 ആംഗിൾ, ഇതിന് 4 ആംഗിൾ. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പുറമേയുള്ള ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആംഗിൾ. അത് സിമ്പിൾ. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം അതുപോലെ ആംഗിൾ 2ഉം ആംഗിൾ 6ഉം എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ 4 കഴിഞ്ഞാൽ 5 ഉണ്ടാവില്ല, 6 കണ്ടില്ല. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ എന്ന് പറയുന്നതുകൊണ്ട് ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. ഇനി ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 7ഉം 2ഉം 8ഉം. അപ്പോൾ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ. ഇനി ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. സെയിം സൈഡ് എവിടെയാണ് വരുന്നത്? ഇന്റീരിയർ ഉള്ളിലുള്ള ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡ് വരുന്ന ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആംഗിൾ 3ഉം ആംഗിൾ 6ഉം. ഇത്രയും ആംഗിൾ ഇതിൽ നിങ്ങൾ അറിയണം. ഇനി ഇതിൽ നമ്മൾ ആക്സിൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിത് പാരലായിട്ട് തന്നെ വരഞ്ഞത് കൊണ്ട് ആ ആക്സിൻ ഇത് വെച്ച് തന്നെ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് പറയുന്നത് അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിൻ എന്ന് പറയും. അതുപോലെ ഓൾട്ടർനേറ്റ് അതായത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സിനെ നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾ എന്നും കൂടി പറയും. ആ ആംഗിളിനെ കോ ഇന്റീരിയർ ആംഗിൾ എന്നും കൂടി പറയും. അങ്ങനെ ഒരു പേരിലും അത് പറയും, കോ ഇന്റീരിയർ ആംഗിൾ. അത് ഇവിടെ പറയുന്നുണ്ട്, കോ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്, അടുത്തടുത്തുള്ള എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സലിന്റെ വേറൊരു പേരാണ് കോ ഇന്റീരിയർ ആംഗിൾ. അപ്പൊ ഇനി അടുത്തത് ആക്സിം എന്താന്നുള്ളത് നോക്കാം. അതായത് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം. അതിൽ പറയുന്നത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് then each pair of corresponding angles is equal. അതായത് ഫസ്റ്റ് ആക്സിം കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം എന്ന് പറയുന്നത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ intersect two parallel lines then each pair of corresponding angles equal. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1 and 5ഉം 2 and 6. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം എന്ന് പറയുന്നതിൽ എന്താണ് വരുന്നത്? രണ്ട് പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യണം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈസ് ഈക്വൽ. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം. ഇനി ഇതിന്റെ കൺവേഴ്സ് പറയുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ, അതായത് ആംഗിൾ 1ഉം 5ഉം ഈക്വൽ, ആംഗിൾ 2ഉം 6 അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ലൈനും പാരലൽ എന്ന് പറയാം. അപ്പൊ അതാണ് ഇതിന്റെ കൺവേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം. തിരിച്ചു പറയും, നമ്മളിപ്പോ ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് പാരലൽ ലൈനോ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിം. ഇനി പറയുന്നത് ഈ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും, അതാണ് അടുത്ത ആക്സിം. ഇഫ് എ transversal intersect two lines such that a pair of corresponding angles is equal then the two lines are parallel to each other. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. എല്ലാത്തിനും കൺവേഴ്സ് വരും. നമ്മൾ ആദ്യം അതിന്റെ ഇത് പറയും, തിയറം പറയും, പിന്നെ അതിന്റെ കൺവേഴ്സ് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ആ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അത് രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അതുകൊണ്ട് എന്തായാലും അത് അറിയണം. ഇനി നമുക്ക് തിയറം എന്താണെന്നുള്ളത് നോക്കാം. കുറച്ച് തിയറം പറയുന്നുണ്ട്. അതായത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു ലൈൻസ് സച്ച് ദാറ്റ് എ പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ദെൻ, ഇത് കൺവേഴ്സ് ആണ്. ആദ്യത്തെ തിയറം എന്ന് പറഞ്ഞാൽ ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ. ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി അടുത്തത് പറയുന്നത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് then each pair of alternate interior angles are equal. ഏതൊക്കെയാണ് നമ്മൾ alternate interior angles? ആംഗിൾ 4ഉം 6ഉം ആംഗിൾ 3ഉം 5ഉം. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് പാരലൽ ലൈനാ. നമുക്ക് ട്രാൻസ്വേഴ്സൽ പാരലൽ ആണെന്നൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സൽ ആയി. പക്ഷെ രണ്ട് പാരലൽ ലൈനിന് ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ alternate interior angles ഈക്വൽ ആയിരിക്കും. If a transversal intersect two parallel lines then each pair of alternate interior angles are equal.
അതിന്റെ കൺവേഴ്സ് പറയുകയാണെങ്കിൽ ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു ലൈൻസ് സച്ച് ദാറ്റ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. നേരത്തെ തന്നെ പോലെ കറസ്പോണ്ടിങ് ആംഗിൾ എക്സാമ്പിൾ നമ്മൾ എന്ത് പറഞ്ഞു അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുമ്പോൾ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അതുപോലെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അടുത്തത് ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് സപ്ലിമെന്ററി ആണ്. ഇവിടെ ഈക്വൽ ആയിരിക്കില്ല. ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും സപ്ലിമെന്ററി. അതായത് ടു പാരലൽ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ടു പാരലൽ ലൈൻസ് ദെൻ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് സപ്ലിമെന്ററി. ഏതൊക്കെയാണ് ഇന്റീരിയർ ആംഗിൾ? ആംഗിൾ 4ഉം 5ഉം. അപ്പൊ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈക്വൽ ടു 180 എന്ന് വരും. അതുപോലെ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഇസ് ഈക്വൽ ടു 180. ഇനി നേരെ അതിന്റെ കൺവേഴ്സ് പറയാം. അതായത് ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത 180 ഡിഗ്രി ആണെങ്കിൽ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അതതിന്റെ കൺവേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ അറിയേണ്ടത്. ഒന്നുമില്ല, ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അതിന്റെ കൺവേഴ്സ് വന്നു. അതുപോലെ തന്നെ രണ്ട് പാരലൽ ലൈനിന് ഒരു ട്രാൻസ്വേഴ്സിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതിന്റെ കൺവേഴ്സ് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. പിന്നെ പറയുന്നത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. ടു പാരലൽ ലൈൻ ഒരു ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഈസ് സപ്ലിമെന്ററി. ഇനി ആ രണ്ട് ആംഗിളും 180 ഡിഗ്രി സപ്ലിമെന്ററി ആണെങ്കിൽ ആ രണ്ട് ലൈനും ട്രാൻസ്വേഴ്സൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലുള്ള പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഒരു തിയറം കൂടിയുണ്ട്. ലൈൻ വിച്ച് ആർ പാരലൽ ടു ദ സെയിം ലൈൻ ആർ പാരലൽ ടു ഈച്ച് അതർ. അതായത് ഇപ്പൊ രണ്ട് പാരലൽ ലൈൻ ഉണ്ട്, അതിന് പാരലായിട്ട് ഇത് രണ്ടും നമ്മൾ പാരലൽ പറയും. അപ്പൊ ഇതിന് പാരലായിട്ട് വേറൊരു ലൈനും വരികയാണെങ്കിൽ അതെല്ലാം പാരലൽ ആയിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ പേര് കൊടുക്കുക ABCD EF ഇങ്ങനെ പാരലൽ. അതായത് ഇതിൽ AB പാരലൽ ടു CD, അതേപോലെ തന്നെ AB പാരലൽ ടു EF ആയിരിക്കും. CDക്ക് പാരലാണ് EF എന്ന് തന്നിട്ടുണ്ടെങ്കിൽ AB പാരലൽ ടു EF ആയിരിക്കും. ലൈൻ വിച്ച് ആർ പാരലൽ ടു ദ സെയിം ലൈൻ ആർ പാരലൽ ടു ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇനി അതിലുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ചെയ്ത് നോക്കണം. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഫോർത്ത്, അതിൽ എക്സാമ്പിൾ ഫോർത്ത് എന്താന്നുള്ളത് നോക്കാം. ഇവിടെ PQ പാരലൽ ടു RS, അതായത് PQ പാരലൽ ടു RS, PQ പാരലൽ ടു RS തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ MXQ ഈക്വൽ ടു 135 ഡിഗ്രി. അതുപോലെ ആംഗിൾ MYR എന്ന് പറയുന്നത് 40 ഡിഗ്രി. അതായത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വരും, ഇത് X, ഇത് Y, ഇത് M. അപ്പൊ ഇവിടെ MXQ എന്ന് പറയുന്നത് 135 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതുപോലെ MYR എന്ന് പറയുന്നത് 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XMY ആണ് കണ്ടുപിടിക്കേണ്ടത്. XMY അതായത് ഈ മൊത്തം ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം കൺസ്ട്രക്ഷൻ കൊടുക്കുക. ഡ്രോ AB പാരലൽ ടു PQ RS. ഇതിന് പാരലായിട്ട് ഒരു ലൈന് നമ്മൾ വരഞ്ഞു. അപ്പൊ ഇവിടെ വരഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് പാരലൽ ലൈൻ. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, രണ്ട് പാരലൽ ലൈൻ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ 40 ആണെങ്കിൽ ഈ ആംഗിൾ 40 ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് MYR എന്ന് പറയുന്നത് 40 ആണ്. MYR 40 ആണെങ്കിൽ YMB എന്തായിരിക്കും? 40. ആംഗിൾ YMB എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് ഇതായി MB എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നമുക്ക് ഇത്രയും മൊത്തം ഇവിടം വരെ ഉള്ളത് വേണം. അപ്പൊ ഇത് രണ്ട് പാരലൽ ലൈൻ ആയതുകൊണ്ടാണ്, അതായത് ABയും RS, AB പാരലൽ ടു RS ആയതുകൊണ്ടാണ് ഇത് 40 ഡിഗ്രി ആവുമ്പോൾ ഇത് 40 ആയത്. നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതിയാൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, റീസൺ എഴുതണം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ടാണ് ഈ രണ്ടിലെ ഇതിവിടെ 40 ആയപ്പോൾ YMBയും 40 ഡിഗ്രി ആയത്.
ഇനി നമുക്ക് ഈ രണ്ട് ലൈൻ നോക്കാം. പി ക്യു പാരലൽ ടു എ ബി ആവുമ്പോൾ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ഇവിടെ എക്സ് എം എന്നുള്ള ട്രാൻസ്വേഴ്സൽ പി ക്യു എ ബി എന്ന രണ്ട് ലൈനിൽ ടച്ച് ആണ്. അപ്പൊ ഇത് ഇവിടെ ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഈ ആംഗിളും അതായത് എക്സ് എം ബിയും എം എക്സ് ക്യൂവും അത് രണ്ടും കൂടി എത്ര കിട്ടും? 180 ഡിഗ്രി. ആംഗിൾ എക്സ് എം ബിയും അതുപോലെ ആംഗിൾ എം എക്സ് ക്യൂ പ്ലസ് ആംഗിൾ എക്സ് എം ബി ഈക്വൽ ടു 180. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എം ബി. ആംഗിൾ എക്സ് എം ബി എന്ന് പറയുന്നത് 180 മൈനസ് 135. അപ്പൊ ഇവിടെ 45 ഡിഗ്രി കിട്ടും. ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എം വൈ ആണ്. എക്സ് എം വൈ എന്ന് പറയുന്നത് ആ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ മതി. എക്സ് എം വൈ എന്ന് പറയുന്നത് 45 പ്ലസ് 40, അപ്പൊ കിട്ടുന്നത് 85 ഡിഗ്രി. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കാണലുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കും. ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരിക, alternate ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, പിന്നെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ ഈ പകുതി നമുക്ക് കിട്ടും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തമുള്ള ആംഗിൾ കിട്ടി, എക്സ് എം വൈ. അപ്പൊ അങ്ങനെ ചെയ്യുക. അതില് റീസൺ അല്ല ബ്രാക്കറ്റിൽ എഴുതുക അതിൻ്റെത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.